കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നടന്നത് സംഭവ ബഹുലമായ മുഹൂർത്തങ്ങളായിരുന്നു. സത്യപ്രതിജ്ഞയ്ക്കിടെ ഭരണ പ്രതിപക്ഷ പ്രതിഷേധം കത്തിപ്പടരുകയായിരുന്നു. ഹൈദരാബാദിൽ നിന്നുള്ള AIMIM MP അസദുദ്ദീൻ ഒവൈസിയുടെയും UPയിൽ നിന്നുള്ള BJP MP ഛത്രപാൽ സിംഗിന്റെയും സത്യപ്രതിജ്ഞയ്ക്കിടെയാണ് പ്രതിഷേധമുയർന്നത്. ജയ് പലസ്തീൻ എന്ന് പറഞ്ഞായിരുന്നു ഒവൈസി സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതിനെതിരെ ഭരണപക്ഷ ബെഞ്ചിൽ നിന്നും MPമാർ രംഗത്തു വന്നു. അതേസമയം BJP MPയുടെ ഹിന്ദുരാഷ്ട്ര മുദ്രാവാക്യമാണ് പ്രതിപക്ഷ പ്രതിഷേധത്തിന് കാരണമായത്. ഖുറാനിലെ സൂക്തങ്ങളോടെയാണ് ഒവൈസി സത്യപ്രതിജ്ഞ ആരംഭിച്ചത്. ജയ് ഭീം, ജയ് മീം, ജയ് തെലങ്കാന, ജയ് പലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഒവൈസിയുടെ സത്യപ്രതിജ്ഞ. ഇതിനെതിരെ ഭരണപക്ഷ അംഗങ്ങൾ രംഗത്തു വരികയായിരുന്നു. വിഷയത്തിൽ ഒവൈസിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി ശോഭാ കരന്തലജെ ആഭ്യന്തര മന്ത്രാലയത്തിന് കത്ത് നൽകി. ജയ് പലസ്തീൻ വിളി പാർലമെന്റിനകത്ത് പാടില്ലെന്നും ഇതിനെതിരെ നടപടി വേണമെന്നുമായിരുന്നു പരാതിയിൽ പറഞ്ഞത്. പാർലമെന്റിൽ രേഖകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ നീക്കം ചെയ്യണമെന്നും പലസ്തീൻ മുദ്രാവാക്യം കൂടാതെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യിക്കണമെന്നും കാണിച്ച് സ്പീക്കർക്കും പരാതി നൽകി. എന്നാൽ തന്റെ വാക്കുകൾ ഭരണഘടനയുടെ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെടുന്നതല്ല എന്നായിരുന്നു വിവാദത്തിന് ശേഷം ഒവൈസി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എല്ലാവരും നിരവധി കാര്യങ്ങൾ പറയാറുണ്ട്. താൻ ജയ് ഭീം, ജയ് മീം, ജയ് തെലങ്കാന, ജയ് പലസ്തീൻ എന്നാണ് പറഞ്ഞത്. ഇതെങ്ങനെയാണ് തെറ്റാകുന്നത്? ഭരണഘടനയുടെ വ്യവസ്ഥകൾ പറയൂ. നിങ്ങൾ മറ്റുള്ളവർ പറയുന്നതും കേൾക്കണം. ഞാൻ എന്താണ് ചെയ്യേണ്ടത് അതാണ് ഞാൻ ചെയ്തത്. പലസ്തീനെ കുറിച്ച് മഹാത്മാഗാന്ധി പറഞ്ഞത് വായിക്കൂ എന്നാണ് ഒവൈസി പറഞ്ഞത്. രാജ്യത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത് ആത്മാർത്ഥമായി തുടരുമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. അതേസമയം UPയിലെ ബറേലിയിൽ നിന്നുള്ള ഛത്രപാൽ സിംഗ് ആണ് സത്യപ്രതിജ്ഞയ്ക്കൊടുവിൽ ജയ് ഹിന്ദു രാഷ്ട്രം, ജയ് ഭാരത് എന്ന മുദ്രാവാക്യം വിളിച്ചത്. ഇതിനെതിരെ പ്രതിപക്ഷവും ശക്തമായിട്ടാണ് രംഗത്ത് വന്നത്. അതിനിടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് കോൺഗ്രസ് MP രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തത്. ഭാരത് ചോഡോ മുദ്രാവാക്യങ്ങളുമായിട്ടായിരുന്നു ഇന്ത്യ മുന്നണി MPമാർ രാഹുലിനെ സ്വീകരിച്ചത്. 18ാം ലോക്സഭയുടെ ആദ്യ ദിനം തന്നെ പ്രതിപക്ഷ പ്രതിഷേധം രൂക്ഷമായിരുന്നു. പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ സഖ്യത്തിന്റെ MPമാർ ഒരുമിച്ചാണ് പാർലമെന്റിലെത്തിയത്. സഭാ നടപടികൾ ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് പാർലമെന്റ് വളപ്പിൽ ഒത്തുചേർന്ന ഇന്ത്യ സഖ്യ നേതാക്കൾ പ്രതിഷേധം നടത്തി. നേരത്തെ ഗാന്ധിജിയുടെയും അംബേദ്കറുടെയും പ്രതിമ സ്ഥാപിച്ചത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലായിരുന്നു. എന്നാൽ ഈ പ്രതിമകളെല്ലാം നേരത്തെയുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് പ്രാധാന്യമില്ലാത്ത സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചതാണ് പ്രതിപക്ഷം ആദ്യ ദിവസം തന്നെ പ്രതിഷേധിക്കാൻ കാരണം. ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യത്തിലെ അംഗങ്ങളെല്ലാം ഒരുമിച്ചാണ് സഭയിലെത്തിയത്. ഭരണഘടനയെ തകർക്കാനുള്ള ശ്രമങ്ങൾ അംഗീകരിക്കില്ല എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ മുദ്രാവാക്യം. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നീറ്റ്, നെറ്റ് പരീക്ഷകളിലെ ക്രമക്കേടുകൾ, നിയമനത്തിനുള്ള സർക്കാർ തീരുമാനം തുടങ്ങി നിരവധി മേഖലകളിൽ NDA സർക്കാരിനെ വെല്ലുവിളിക്കാൻ പ്രതിപക്ഷം ഒരുങ്ങിക്കഴിഞ്ഞു.